அம்மா அண்ணன் வந்திருக்காரு, வர சொல்லு. உள்ளே வா, தயங்காம வா. நம்பிக்கை இல்லையா? நிஜம். இங்க வந்த நாள் முதல் நீ என்ன ஆசைப்படுறேன்னு எனக்கு தெரியும். இந்த நாளுக்காகத்தான் நான் காத்துட்டு இருந்தேன். என் புருஷனை கொலை செஞ்சவனே கொல்ற வரைக்கும் என் விரதம் எடுத்தாச்சு. அதுதான். ஆனா இன்னைக்கு நீ அதை முடிச்சாச்சு. ஆனா இந்த மலையாளி செக்கனை இன்னும் അടയ്ക്കാറായില്ലേടാ നിന്റെ കട. പൈസ ഇതൊരു ബാറല്ല കേട്ടോ. എനിക്കറിയാം ഇത് ഒരു ബാർ അല്ല, ഇത് 2 ബാറാ. ബാർ ഷാപ്പ്. ഇവരൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല. നിങ്ങളിങ്ങനെ ഇടക്കേറിയിരിക്കുന്നത് മോശമല്ലേ? ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ. അയ്യോ പാവ, ഇവന്റെ ഒക്കെ ഇരിപ്പ് കണ്ടാ തോന്നി ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വിമാനം ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാര്? വിമാനം കണ്ടുപിടിച്ച അയാളെ അറിയുമോ? അറിയുമെന്ന് ഇവൻ ഒറ്റൊരുത്തൻ കാരണ ഞാൻ ഈ പരുവത്തിലായത്. അതെന്ത് പറ്റി? എടാ, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ പട്ടാപ്പകല് ഈ നാറി അടിച്ചുകൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ വിടില്ല മോനെ. ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലോ, പിന്നെ വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ. പൊട്ടിച്ചുടാമെന്നും അതേ ആവി കൊണ്ട് തന്നെ ട്രെയിൻ ഓടിക്കാമെന്നും. അതിരിക്കട്ടെ, നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി. എന്താ നിന്റെ പേര്? സുന്ദരൻ. ഇങ്ങോട്ട് വാ. ഇതെന്തിനാന്നറിയോ? നിനക്ക് ഈ പേരിട്ട നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ. ഇനി ജാഫറിന് കൊടുക്കാനുള്ളത് അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം. സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, പക്ഷേ ബൾബിട്ടാൽ സ്വിച്ച് കത്തില്ലെന്ന് പറഞ്ഞതാര്? മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലേറ്റ് അടിക്കാമെന്നും കണ്ടുപിടിച്ച. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ആയിരിക്കാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ്. എടാ, പട്ടാ പകല് എന്റെ മുഖത്ത് മുളകോടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുണ്ടായ വഞ്ചക ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ? അയ്യോ, സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്റെ മുഖത്തേക്ക് വെക്കാൻ മാറിയില്ലേ? പഴയ വൃത്തിയോട് മാറി കിട്ടി. നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ്വ പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മോങ്ങാനിരുന്ന നായയുടെ നിലയിൽ തേങ്ങ ഇട്ടതാര്? അവക്ക് സുഖമായിട്ടിരിക്കുന്നു. കോതമംഗലത്താ. കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റിയ ഉടുക്കോട്ടി പേടിപ്പിച്ചതാര്? അങ്ങനെ ഇനിയെങ്കിലും സത്യം പറയടാ. സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഈ പുസ്തകത്തിനകത്ത് എന്താ? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഈ 1001 ചോദ്യം ഉത്തരവും നിനക്ക് കാണാൻ അറിയോ? അറിയാം, എല്ലാം അറിയാം. നീ സർവ്വ വിജ്ഞാന പിണ്ടമാണ്. അതെ. ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇതിവിടെ വിൽക്കാം. ശരി, ചോദിക്കട്ടെ. ഉത്തരം പറയാൻ ചോദിക്കേ. നിന്റെ അച്ഛന്റെ പേരെന്താ? ഖാദർ. അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ, അതെനിക്ക് ഇഷ്ടായി. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിക്കാദർ. അപ്പൊ കുഞ്ഞിക്കാരനെ അറിയാം, നിനക്ക് കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താടാ?
അത് വലിയ പിടുത്തമില്ല. പിടുത്തല്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തയും തള്ളേൻ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടുപോലും. ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകെ തട്ടിയെടുത്തവനെ ഇത് പറ്റിപ്പാണ് പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ പേര് അറിയാവോ? അയ്യോ, എടാ എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടാ, പിന്നെ ആടാ എന്റെ അച്ഛന്റെ പേര്. നീ പോയി മുടി വെട്ടറാ. നിന്റെ ഒഞ്ചം കൊണ്ട് ഇനി കൈ എവിടെ കൊണ്ട് കഴിവെന്തോ. എന്താ രണ്ടാളും കൂടി ഇവിടെ നോക്കാം മാമേ. എടാ, ഇതാണ് ഈ മല്ലുകുത്ത്. ഒരു സ്നേഹസങ്കല്പം എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്ര സ്നേഹമാണെന്നാ. നിനക്ക് മനസ്സിലായോ? എടാ, ഒരു സ്നേഹമുദ്രയായത്. നീ ഇവളെയും ഇവള് നിന്നെയും പിരിയാണ്ട് ജീവിതം മുഴുവൻ ജീവിക്കുക. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. നിനക്ക് മോളെ, നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക.